നമ്മളിന്ന് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂപ്പിന് നമ്മൾ ഹീബ്രുവിൽ മറാക്ക് എന്നാണ് പറയുക. ഓക്കെ, സൂപ്പിന് മറാക്ക് എന്നാണ് പറയുക. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് സെലറിയാണ്. സെലറിക്ക് ഹീബ്രുവിൽ കർപ്പാസ് എന്നാണ് പറയുക. ഓക്കെ, സെലറിക്ക് കർപ്പാസ് എന്നാണ് ഇവർ പറയുക. സെലറി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ക്യാരറ്റാണ്. ക്യാരറ്റിന് നമ്മൾ ഗെസർ എന്നാണ് പറയുക. ഗെസർ. ഓക്കെ, ക്യാരറ്റിന് ഗെസർ എന്നാണ് പറയുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് നമ്മൾ ബത്തത്ത ഇങ്ങനെ പറയാം. ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് നമ്മൾ ബത്തത്ത എന്നാണ് പറയുക. ഓക്കെ, പിന്നീടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒനിയനും നമ്മുടെ പൊട്ടറ്റോയാണ്. ഓക്കെ, ഒനിയന് നമ്മൾ ബത്സാൽ എന്ന് പറയും. പൊട്ടറ്റോയ്ക്ക് തപ്പോഖ ഹദമ്മ. ഓക്കെ, പിന്നെ വരുന്നത് ഇവർ യൂസ് ചെയ്യുക ഇവിടുത്തെ ഒരു മറാക്ക് പൗഡറുണ്ട്. ഇതേപോലെ പാക്കറ്റിൽ വരാറുണ്ട്, പിന്നെ ഈ ടിന്നിൽ വരാറുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം ഓഫ് മറാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ചിക്കൻ്റെ ഫ്ലേവർ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, ടർമറിക്കാണ്. ടർമറിക്കിന് നമ്മൾ കുർക്കും എന്നാണ് പറയാം. ടർമറിക്കിന് കുർക്കും എന്നാണ് പറയാം. നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ജീരകപ്പൊടിയാണ്, ക്യുമിൻ പൗഡർ. ഓക്കെ, ക്യുമിൻ പൗഡറിന് ഇവിടെ ക്യുമിന് നമ്മൾ കമോൻ എന്നാണ് പറയാം. കമോൺ അല്ല കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ വരേണ്ടത് എന്താണ്? പാത്രം വേണമല്ലോ, കുക്കിംഗ് പോട്ട് വേണമല്ലോ. കുക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴായാലും നമുക്ക് പാത്രമില്ലാതെ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ കുക്കിംഗ് പോട്ടിന്, അതായത് കുക്കിംഗ് വെസലിന് സിർ എന്നാണ് ഇവർ പറയുക. കുക്കിംഗ് വെസലിന് ഇവർ സിർ എന്നാണ് പറയുക. ഓക്കെ, പിന്നീട് നമ്മൾ ഇതൊരു കുക്കിംഗ് പോട്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ടീസ്പൂൺ ഉണ്ടല്ലോ, ടീസ്പൂൺ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കപ്പീത്ത് എന്നാണ് ടീസ്പൂൺ പറയാം. നോർമൽ സ്പൂണിനെ നമ്മൾ കാഫ് എന്ന് പറയും, ടീസ്പൂണിന് നമ്മൾ കപ്പീത്ത് എന്ന് പറയും. അപ്പോൾ ആ കപ്പീത്തിന് 1 സ്പൂൺ ഇടണം. ഓക്കെ, 1 സ്പൂൺ മറാക്ക് പൗഡർ ഇടുക, നേരത്തെ കാണിച്ച മറാക്ക് പൗഡർ ഇടുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്തിടും? മഞ്ഞൾപ്പൊടി ഇടും. ഓക്കെ, മഞ്ഞൾപ്പൊടിയാണ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മറാക്ക് പൗഡർ, ക്യുമിൻ പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആ ടീസ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ ഇടുക. ഓക്കെ, 1/2 ടീസ്പൂൺ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുക ക്യുമിൻ പൗഡറാണ്. ക്യുമിൻ പൗഡർ എന്താ ചെയ്യുക? ഒരു 1/4 ടീസ്പൂൺ മതി ക്യുമിൻ പൗഡർ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ദ വൺ ആൻഡ് ഓൺലി വാട്ടർ നമുക്ക് വേണം. വാട്ടറിന് മൈം എന്നാണ് പറയാം. ഹീബ്രുവിൽ മൈം എന്ന് പറയും. വെള്ളം തിളയ്ക്കുന്ന ആ കെറ്റിലിന് നമ്മൾ കുംകും എന്നാണ് പറയാം. ഓക്കെ, അപ്പം ആ വെള്ളം, ചൂട് വെള്ളം നല്ല പടപടാന്ന് എന്ത് ചെയ്യുക? ഈ വെജിറ്റബിൾസിൽ ആ മസാലയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, മസാല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ നോർമലി കുക്ക് ചെയ്യുന്ന നമുക്ക് അത്രയും മസാല ഒന്നും ഇവിടെ ചേർക്കില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആ സൂപ്പിൻ്റെ പൗഡറല്ലേ, അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്ട്രാ ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒരുപാട് ഉപ്പായിപ്പോവും. ഓക്കെ, ഇവർ ഇത് മാത്രമേ മറാക്കിൽ യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ അറിവിൽ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത്. ഇത് മൈ കൈൻഡ് ഓഫ് എൻ്റെ ഫാമിലി ഇങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഓക്കെ, അതുപോലെയാണ് വെക്കുക. പിന്നെ നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം സൂപ്പിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, ഇത് പച്ചക്കറിയെല്ലാം നിറഞ്ഞു കിടക്കണം വെള്ളത്തിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്യാസൊന്നും കത്തിക്കാൻ ആരും പഠിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അടപ്പ് കൊണ്ട് അടയ്ക്കുക. ലിഡ് അടപ്പ്, ഇതിനെന്താണ് പറയുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹീബ്രുവിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ കേട്ടോ. പിന്നീട് നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഭദ്രമായിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ച് വേകുന്നതാണ് എപ്പോഴും നല്ലത്. വെജിറ്റബിൾസിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ തള വരുമ്പോൾ നമ്മൾ വേറൊരു സാധനവും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഞാനത് ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ കോൺ. കണ്ടില്ലേ, കോണിന് നമ്മൾ തിറാസ് എന്നാണ് പറയുക. ഓക്കെ, ഹീബ്രുവിൽ കോണിന് തിറാസ് എന്നാണ് പറയുക. ഇത് പാക്കറ്റാണ്, ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ഓക്കെ, പാക്കറ്റിൽ. അപ്പോൾ ഇത് ഹാഫ് ബോയിൽഡ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അധികം വേഗമൊന്നുമില്ല. നമ്മൾ സലാഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് കുക്കായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഈ കോൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാവരും ചേർക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യാം? സൂപ്പിൽ ആഡ് ചെയ്യാം. ചിക്കൻ യൂസ് ചെയ്ത് സൂപ്പ് വെക്കുന്നവരുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പാസ്ത ഇല്ലേ, പാസ്ത ചേർക്കാറുണ്ട്. പിന്നെ സ്പഗേത്തി ചേർക്കാറുണ്ട്. അപ്പോൾ പല കൈൻഡ് ഓഫ് രീതിയിൽ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, എല്ലാ വീടുകളിലും പല പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇവിടെ ഉള്ളവർ മാത്രമേ സൂപ്പ് കുടിക്കുക അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കോൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കോൺ അതിന് തുടക്കത്തിൽ ആഡ് ചെയ്ത് അത് വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടില്ല. ഇത് നമ്മൾ ഓൾമോസ്റ്റ് കുക്കായതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. അപ്പം ഇത് ഏകദേശം മുക്കാലല്ല ഒരു 80% വേഗമായതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ
കുക്കിംഗ് ഒന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഈ സൂപ്പൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. ഒട്ടുമിക്ക വീടുകളിലും ഫാമിലിയിലൊന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റിയല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസിൻ്റെയൊക്കെ മസാലകൾക്കൊക്കെ ഭയങ്കര സ്മെല്ലല്ലേ. നമ്മളെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തും കരിച്ചും പൊരിച്ചും ഒക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ആ സ്മെല്ലൊന്നും അവർക്ക് പിടിക്കത്തില്ല. തോനെ ഓൾഡായിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കൂ. തദാ റബ്ബാ.